പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പുതിയ റെസിപ്പി വീഡിയോസ് ആയിട്ടല്ല വന്നിട്ടുള്ളത്, പകരം കുറച്ച് കിച്ചൺ പ്രൊഡക്ട്സ് ആണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോണത്. ഓൾറെഡി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ടോളൂ. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഇന്ന് കുറച്ച് അധികമൊന്നുമില്ല, ബാക്കി ചെയ്യാനുള്ളതും കൂടി കുറച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യത്തെ പ്രൊഡക്റ്റ് നമുക്ക് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഇത് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇത് ഇലക്ട്രോണിക് വെയിങ് മെഷീനാണ്. ഒരാളും കൂടി വന്നിട്ടുണ്ടല്ല. എന്താണ് ഇത് പിടിച്ചോ. ഇവിടെ ഇരിക്കി. എന്നാ അവിടെ ഇരുന്നോട്ടാ. അപ്പോൾ ഇതൊരു വെയിങ് മെഷീനാണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 294 രൂപയാണ്. അപ്പോൾ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഇത് മേടിച്ചിട്ടുള്ളത്. ഇത് തുറന്ന് കാണിച്ചു തരാം. ബാറ്ററിൻ്റെ രണ്ടെണ്ണം. ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്രൊഡക്റ്റ്. ഇത് നമുക്ക് ബാറ്ററി ഇടാം. അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ പ്രൊഡക്റ്റ്. ഇതിൽ 2 ബാറ്ററി ഉണ്ടായിരുന്നു, ഇവർ തന്നെ തരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതിൽ ഇട്ടിട്ടുണ്ട്. ഇത് നമുക്കിവിടെ ഓൺ ഓഫ് ചെയ്യാനായിട്ടുള്ളൊരു സ്വിച്ച് ഉണ്ട്. നമുക്കിത് ഓണാക്കി ഇതിൽ മാക്സിമം 10 കിലോ വരെ വെയിറ്റ് നമുക്ക് നോക്കാനായിട്ട് പറ്റും. ഇപ്പോൾ നമുക്ക് ഫുഡ് ഐറ്റംസ് എന്തെങ്കിലും വെജിറ്റബിൾസ് അതേപോലെ കേക്കൊക്കെ ഉണ്ടാക്കുന്നവരാണെങ്കിൽ അപ്പോൾ അവർക്കൊക്കെ വെയിറ്റ് നോക്കാനായിട്ട് കുറച്ച് നല്ലതായിരിക്കും. പിന്നെ അടുത്ത പ്രൊഡക്റ്റ് നമുക്ക് നോക്കാം. ഇതിൻ്റെ 5ഉം ഒരുമിച്ചാണ് കേട്ടോ വന്നത്. ഇന്ന് അടുത്ത പ്രൊഡക്റ്റ് നമ്മുടെ ഇതാണ്. ഇത് നമ്മുടെ ഷാർപ്പ്നറാണ്. നമുക്ക് നൈഫൊക്കെ ഷാർപ്പ് ചെയ്യാനായിട്ടുള്ള ഷാർപ്പ്നറാണ്. അപ്പോൾ ഇത് ഞാൻ പാക്കറ്റ് പൊട്ടിക്കട്ടെ. ഇത് ഡാമേജ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇത് ചെറിയ പൊട്ടൽ വന്നിട്ടുണ്ട്. അപ്പം ഞാനിത് എടുക്കുന്നില്ല പുറത്തേക്ക്. ഇത് നമുക്ക് റിട്ടേൺ ചെയ്യാം. ഞാൻ ആദ്യമായിട്ടാണ് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഒരു സാധനം മേടിച്ചിട്ട് ഇതേപോലെ വരുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഇത് റിട്ടേൺ ചെയ്യാനായിട്ട് എടുത്തു വയ്ക്കുകയാണ്. ഇപ്പോഴാണ് ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കിയത് കേട്ടോ. അപ്പോൾ അടുത്ത പ്രൊഡക്റ്റ് നമുക്ക് നോക്കാം. ഇത് ഇവിടെ ബട്ടർ പേപ്പറാണ് അടുത്ത പ്രൊഡക്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. ഇത് 100 എണ്ണം ഉണ്ട്. ഇതിൻ്റെ സൈസ് വരുന്നത് 10x10 ഇഞ്ചാണ്. പിന്നെ ഇതിന് 151 രൂപയാണ്. ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് തന്നെയാണ് കേട്ടോ മേടിച്ചിരിക്കുന്നത്. ഞാൻ മേടിച്ച പ്രൊഡക്റ്റിൻ്റെ ഒക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആരെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത പ്രൊഡക്റ്റ്. ഇതിൻ്റെ സൈസ് ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. ഈ സൈസ് വരുന്നുണ്ട് കേട്ടോ. ഇതാണ് അതിൻ്റെ സൈസ്. 10x10 ഇഞ്ചാണ്. അങ്ങനത്തെ 100 എണ്ണം വരുന്നുണ്ട് കേട്ടോ. ഇതാണ് അടുത്ത പ്രൊഡക്റ്റ്. ലാസ്റ്റ് ഒരെണ്ണം കൂടി ഉണ്ട്. അപ്പോൾ നമുക്ക് അതും കൂടി നോക്കാം. ഇത് കണ്ടെയ്നറുകളാണ്. കുറേ നാളായിട്ട് മേടിക്കണം എന്ന് വിചാരിച്ചിരുന്നതാണ്. അപ്പം നമ്മുടെ കണ്ടെയ്നറുകളാണ് വന്നിരിക്കുന്നത്. ഇങ്ങനത്തെ 12 എണ്ണം ഉണ്ട് കേട്ടോ. ഇതിപ്പോൾ എനിക്ക് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി വരുന്നത് നേരത്തെ വരെ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് ഗ്ലാസിൻ്റെ ആയിരുന്നു. ഇത് ഗ്ലാസ് അല്ല, ഇത് പ്ലാസ്റ്റിക് തന്നെയാണ്. ഇത് കുറച്ചും കൂടി ക്വാണ്ടിറ്റി ഉള്ളത് ഇട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട് മേടിച്ചതാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ അടപ്പ് വരുന്നത് കേട്ടോ. ഇത് അപ്പോൾ ഇതാണ് നമ്മുടെ കണ്ടെയ്നർ വരുന്നത്. അപ്പോൾ ഇത് കുറച്ചുകൂടി വലിപ്പമുള്ളതാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി ഒരെണ്ണം നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. അത് ഗ്ലാസിൻ്റെ ആയിരുന്നു.
അത് ചെറുതാണ്. അപ്പോൾ നമുക്ക് സ്പൈസസ്, മുളക് പൊടി, മല്ലിപ്പൊടി അങ്ങനെയൊക്കെ ഇട്ട് വയ്ക്കാൻ അത് ധാരാളമാണ്. അപ്പോൾ അത് പോരെ നമുക്ക്. അപ്പോൾ എനിക്ക് വലുതൊരെണ്ണം കൂടി വേണമായിരുന്നു. 1700 ml സ്റ്റോറേജ് കണ്ടെയ്നറാണ്. പിന്നെന്താ ഇതിൻ്റെ റേറ്റ് വരുന്നത് 12 എണ്ണത്തിന് 579 രൂപയാണ് വന്നത് കേട്ടോ. പിന്നെ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇത് ടൈറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് ഇങ്ങനെ ജസ്റ്റ് ഒരു ഓപ്പണിംഗ് ഉണ്ട്. അപ്പോൾ ഇത് വെച്ച് ഇതിൽ കൂടെ നമുക്ക് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അത് ഒരു നല്ല എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇപ്പോൾ നമുക്ക് ഒരുപാട് എന്താ പറയുക മൊത്തത്തിൽ തുറന്നെടുക്കുന്നതിലും നമുക്ക് ആവശ്യത്തിന് ഇതിലെ എടുത്താൽ മതി. അപ്പം അതൊരു നല്ലൊരു ക്വാളിറ്റി ആയിട്ട് തോന്നി. പിന്നെ എന്താ നമുക്കിത് ക്ലിയർ ആയതുകൊണ്ട് നമുക്ക് കാണാനായിട്ട് പറ്റും എന്താണ് ഉള്ളിലിരിക്കുന്ന സംഭവം എന്ന് തപ്പി നമുക്ക് അന്വേഷിച്ചിറക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ കുറച്ച് അറേഞ്ച് ചെയ്യുമ്പോൾ നല്ല ഭംഗിയിലിരിക്കുകയും ചെയ്യും. അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റ് പ്രൊഡക്റ്റ് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെയൊക്കെ ഒന്ന് അറിയിക്കുക. അപ്പോൾ കൂടുതലായിട്ട് ഞാൻ ഇങ്ങനത്തെ വീഡിയോസ് ഉൾപ്പെടുത്താൻ ശ്രമിക്കാം. പിന്നെ എന്താ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, കൂടുതൽ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ. ഓക്കെ. അയ്യാ പോയി. അയ്യോ അമ്മയ്ക്ക് തായോ. ദേ അതെടുത്തോ. അതെ